Our next topic is research design or plan. റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹൈപ്പോത്തസിസ് പറഞ്ഞു. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ റിസർച്ചിൻ്റെ ആ ഒബ്ജക്റ്റീവിൽ നിന്ന് നമ്മളുടെ ഡീവിയേറ്റ് ചെയ്യാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഒരു റിസർച്ച് പ്രപ്പോസൽ വെക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഗൈഡ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു സ്പോൺസേഴ്സ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസർച്ചർ ദെൻ ഫേസ് ദ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഓഫ് വർക്കിംഗ് ഔട്ട് ദ ഡീറ്റെയിൽസ്. അപ്പം അത് വർക്കൗട്ട് ചെയ്യണം അല്ലേ? ഇനി നമ്മൾ നേരിട്ടുള്ള റിസർച്ച് ആ ഒരു പേപ്പർ തയ്യാറാക്കാനുള്ള ഒരു അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം അതിനെ കൊണ്ട് ആ ഒരു സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഏത് മെത്തേഡാണ് കളക്ഷന് വേണ്ടി വരുന്നത്, ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യണം ഫോർ കളക്ടിങ് ഡാറ്റ, അല്ലെങ്കിൽ വേറെ പല ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ സാമ്പിൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് സാമ്പിൾ എടുക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നൊരു ടാസ്ക്കാണ് നമ്മളുടെ ആ ഒരു ഡൂയിങ് പർപ്പസിൽ വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ചിനെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി എന്താണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്? ഇപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ദ ഒറിജിനൽ റിസർച്ച് എന്നാണ് എപ്പോഴും പറയുക. അതായത് ഒറിജിനൽ റിസർച്ചിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഏതൊക്കെ വേയിലൂടെ പോകണം, എങ്ങനെയൊക്കെ അതിൻ്റെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും നമ്മൾ എടുക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യം തന്നെ നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ? പ്ലാൻ വരയ്ക്കും. എത്ര റൂംസ് വേണം, കിച്ചൺ, അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു പ്രീ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ so research design is a comprehensive plan of the series of operation that the researcher intended to carry out to accomplish the research objectives. It is a blueprint for the study. blueprint ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിസർച്ചർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏത് പ്ലാനിലൂടെ പോകണം, എന്തൊക്കെയാണ് സീരീസ് ഓഫ് ഓപ്പറേഷൻസ്, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആദ്യമായി തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാപ്പ് ഡെവലപ്പ് ടു ഗൈഡ് ദ റിസർച്ച്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്ലാനിങ് സ്റ്റേജ് ഓഫ് റിസർച്ച്, എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദ കളക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു മാപ്പാണ് അല്ലേ? നമുക്കൊരു വെയിലൂടെ പോകണം, അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു മാപ്പിൻ്റെ സഹായം തേടും. അതുപോലെ തന്നെയാണ് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് വേണം? പ്ലാനിൻ്റെ സഹായം വേണം. അതുപോലെ തന്നെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിസർച്ചിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് റിസർച്ച് ഏതൊക്കെ വഴിയിലൂടെ പോകണം, എങ്ങനെയൊക്കെ അക്കംപ്ലിഷ് ചെയ്യണം, ഏതൊക്കെ ടെക്നിക്സ്, ടൂൾസ് നമ്മൾ യൂസ് ചെയ്യണം, ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈനാണ്, അല്ലെങ്കിൽ ഒരു മാപ്പാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ റിസർച്ച് ഡിസൈൻ പ്രൈമർലി അഡ്രസ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വൈ ഈസ് ദ സ്റ്റഡി ബീങ് കണ്ടക്റ്റഡ്, വാട്ട് ഈസ് ദ സ്റ്റഡി ഓൾ അബൌട്ട്, when will the study be carried out, how will the study be conducted, what is the kind of data required. അങ്ങനെ ഒരുപാട് നമ്മളുടെ റിസർച്ചിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള എല്ലാത്തിനുമുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ റിസർച്ച് ഡിസൈനിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് ഡിസൈൻ. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ്. അപ്പോൾ ഒരു പ്രപ്പോസൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ, എവിടെ നിന്ന് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, എവിടെ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കണം, എങ്ങനെ ഇത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കണം നമ്മളുടെ ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. Then a good research design serves three important functions ആണ്. Firstly, it gives a blueprint for research. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കണം റിസർച്ചിന്. Then it will limit the boundaries of research activities and make systematic investigation possible. Limit the boundaries. ഒരു ബൗണ്ടറി വെക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണ്ട? ഡാറ്റ വേണ്ട. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ?
നമുക്ക് കളക്ട് ചെയ്യേണ്ടതുള്ളൂ. നമ്മളൊരു ആദ്യം തന്നെ വെറുതെ ഒരു ട്രയൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ നമുക്ക് ഈ റിസർച്ച് ഡിസൈനിനെ കൊണ്ട് സാധിക്കുന്നു. Thirdly, it enables the researcher to anticipate potential problems that he may encounter in future. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരാം, കോസ്റ്റ് കൂടുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഒരു കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത് മാച്ച് അല്ലേ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻകൗണ്ടർ ചെയ്യാൻ പറ്റും, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യമേ നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ സെർവ്സ് 3 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ്. ആദ്യം തന്നെ അതൊരു ബ്ലൂ പ്രിൻ്റ് ആണ്, അതുപോലെ തന്നെ ലിമിറ്റ് ദ ബൗണ്ടറീസ് ആണ്, അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഇൻ ദ ഫ്യൂച്ചർ ആണ്. Then, a practical research design comprises of 4 phases. ഏതൊക്കെയാണ് ഈ 4 phases ഓഫ് പ്രാക്ടിക്കൽ റിസർച്ച് ഡിസൈൻ? ദ സാമ്പിളിംഗ്. നമ്മളൊരു പ്രാക്ടിക്കലായിട്ടൊരു റിസർച്ച് ഡിസൈനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന ഒരു 4 phases ആണ്. ഫസ്റ്റ് വൺ, ദ സാമ്പിളിംഗ് ഡിസൈൻ. അപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെലക്ടിങ് ദ സാമ്പിളിംഗ് യൂണിറ്റ് ആണ്. ഇറ്റ് കൺസേൺ വിത്ത് ദ സെലക്ടിങ് ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ്. എത്ര സാമ്പിൾ എടുക്കണം, അല്ലെങ്കിൽ ആ സാമ്പിളിംഗ് യൂണിറ്റിൽ ഏത് സാമ്പിളാണ്, എങ്ങനെ വരുന്ന സാമ്പിളാണ് എന്നുള്ളത് ആ ഒരു സാമ്പിളിംഗ് യൂണിറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ സാമ്പിളിംഗ് യൂണിറ്റിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫേസാണ് ഈ സാമ്പിളിംഗ് ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫേസ്. ദെൻ സെക്കൻഡ്, ദ ഒബ്സർവേഷണൽ ഡിസൈൻ ആണ്. ഒബ്സർവേഷണൽ ഡിസൈനിൽ വരുന്നത് ഇറ്റ് ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ് ഓർ ഒബ്സർവേഷൻ ആർ ടു ബി മെയ്ഡ് ആണ്. ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒബ്സർവേഷൻസ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്സർവ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫേസിനെയാണ് നമ്മൾ ആദ്യം സാമ്പിൾ യൂണിറ്റ് തിരഞ്ഞെടുത്തു, അതിനെ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അതിന് ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫേസാണ് ഒബ്സർവേഷണൽ ഡിസൈൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ഹൗ മെനി യൂണിറ്റ് ആർ ടു ബി ഒബ്സർവ്ഡ് ആൻഡ് ഹൗ ദ കളക്റ്റഡ് ഡാറ്റ ഈസ് ടു ബി അനലൈസ്ഡ് ആണ്. എത്ര യൂണിറ്റ്സിന് നമ്മൾ കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യേണ്ടത്. നമുക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യേണ്ടത് എന്നാണ് തേർഡ് ഫേസിൽ പറയുന്നത്, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ ഫേസ്. ദെൻ ഫോർത്ത് ഫേസ് ആണ് ദ ഓപ്പറേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ ഡിസൈൻസിൽ വരുന്നു ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്പെസിഫിക് ടെക്നിക്സ് യൂസിങ് വിച്ച് ദ എബോവ് സ്പെസിഫൈഡ് പ്രൊസീജിയേഴ്സ് ഇൻ സാമ്പിളിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഒബ്സർവേഷണൽ ഡിസൈൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. അതായത് സ്പെസിഫിക് ടെക്നിക്സ് ആണ് ഈ സാമ്പിളിങ്ങിലും ഒബ്സർവേഷനിലും സ്റ്റാറ്റിസ്റ്റിക്കലിലും കൂടി വരുന്ന ലാസ്റ്റ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെത്തുന്ന ആ ഒരു ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ റിസർച്ച് ഡിസൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തൊക്കെയാണ്, 4, അതായത് 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പക്ഷേ അതിൽ 4 മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 4 ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്റ്റിവിറ്റിയാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാം, അത് നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ എപ്പോഴും എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സിൽ എയിം ചെയ്യുന്നതായിരിക്കണം, അതുപോലെ തന്നെ അതിന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ദിസ് വുഡ് ബി ഫ്രീ ഫ്രം ബയാസ് ആണ്, അതായത് ബയാസ് ആൻഡ് പ്രെജുഡൈസിന് എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ റിസൾട്ട് നോക്കുന്ന സമയത്ത് കൺസിസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കണം. അത് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് വേറെ വേറെ റിസൾട്ട് ഇങ്ങനെ മാറി മാറി വരികയാണെങ്കിൽ അത് ഒരു റിലയബിൾ ഡാറ്റയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൺസിസ്റ്റൻറ്റ് റിസൾട്ട് വരികയാണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, റിലയബിലിറ്റി കീപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വാലിഡിറ്റി.
ഇറ്റ് വുഡ് ഡെലിവർ ആക്യുറേറ്റ് ആൻഡ് കറക്റ്റ് റിസൾട്ട്. അപ്പോഴേ നമുക്കത് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ ജനറലൈസേഷൻ നമുക്കറിയാം, ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വിച്ച് ഹോൾഡ് ട്രൂ ഫോർ എ സാമ്പിൾ മസ്റ്റ് ഹോൾഡ് ട്രൂ ഫോർ ദ എൻ്റയർ പോപ്പുലേഷൻ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജനറലൈസേഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ സാമ്പിൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പോപ്പുലേഷനെ നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, പോപ്പുലേഷൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് നമ്മൾ സാമ്പിൾ എടുത്തതിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ജനറലൈസേഷൻസിലേക്ക് വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ. എന്തുകൊണ്ടാണ് ഈ റിസർച്ച് ഡിസൈൻ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയത്? നമുക്കറിയാം, ഓൾറെഡി ഒരു ബ്ലൂ പ്രിൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് കറക്ഷൻസ് വരുത്താൻ പറ്റും. നമ്മളുടെ ടൈം, അതുപോലെ തന്നെ കോസ്റ്റ്, ഇതിലൊക്കെ വരുന്ന അനാവശ്യമായിട്ടുള്ള ചിലവുകളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ടൈമും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു പ്ലാൻ നമുക്കുണ്ടെങ്കിൽ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻസ് ടു ദ സ്റ്റഡി. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മളുടെ ആ ഒരു എയിമിൽ അത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് പറയുന്നത് ഇറ്റ് ബീങ് ലോസ്റ്റ് ഓൺ ജേർണി വിത്തൗട്ട് എ ഗൈഡിങ് ലൈറ്റ് ആണ്. നമുക്കൊരു ഗൈഡിങ് ലൈറ്റ് ഇല്ലാതെ നമ്മളുടെ ജേർണി എന്ന് പറയുന്നത് അത് പല വഴിക്കായി പോകും. അപ്പോൾ ഒരു ഗൈഡിങ് ലൈറ്റ് പോലെയാണ് ഒരു റിസർച്ചിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ചാനലൈസ് ദ എനർജി ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആണ്. അത് റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും ടൈമും അതുപോലെ തന്നെ കോസ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് എ റിസർച്ചർ ഇൻ ഡിസൈഡിങ് ദ റെലവൻറ്റ് ആൻഡ് ഇറെലവൻറ്റ് ഫാക്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതും തമ്മിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ഒരു ട്രയൽ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിച്ച് ഒരു കറക്റ്റ് ഡയറക്ഷനിൽ പോകാൻ പറ്റും. The design act as a tool to control the level of accuracy desire. അപ്പോൾ എത്രത്തോളം ആക്യുറസി വേണം എന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാവും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് ഗിവ്സ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ക്രിട്ടിക്സ് ടു ഇവാലുവേറ്റ് ദ പ്രൊജക്റ്റഡ് സ്റ്റഡി. അപ്പോൾ ക്രിട്ടിക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റഡ് സ്റ്റഡിയിൽ ഇവാലുവേറ്റ് ചെയ്യാനും കൂടി, അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസർച്ച് ഡിസൈൻ എടുക്കാം. ഈ റിസർച്ച് ഡിസൈൻ്റെ ബേസിലാണ് ബാക്കിയുള്ള, ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ ദ മെയിൻ റിസർച്ച് ആണ്. അപ്പം ഈ ഒരു റിസർച്ച് ഡിസൈൻ്റെ ബേസിലാണ് നമ്മൾ മെയിൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കാര്യങ്ങളും അതിൽ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ക്രിട്ടിക്സിൻ്റെ ഇവാലുവേഷൻ നടത്തിക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് റിസർച്ച് ഡിസൈനിൽ വരുന്നത്. അത്രയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഫേസസ് പറഞ്ഞു. ഇത്രയാണ് റിസർച്ച് ഡിസൈൻ.